പ്രകൃതി ഇവിടെ ഇതാ സംഹാര താണ്ഡവമാടിയിരിക്കുകയാണ്. കനത്ത കാറ്റിലും വേനൽ മഴയിലും കരുവാരകുണ്ട് പഞ്ചായത്തിലെ വട്ടമലയിലും കരിങ്കന്തോണിയിലുമാണ് വ്യാപകമായ നാശനഷ്ടം വിതച്ചിരിക്കുന്നത്. അടക്കാക്കുണ്ടിലെ അൻഷിഫ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്ത 6800ഓളം കുലച്ചു തുടങ്ങിയ നേന്ത്രവാഴകളാണ് കാറ്റിൽ നിലം പൊത്തിയത്. ഒരു മാസം മുമ്പ് ഫെൻസിംഗ് തകർത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം അൻഷിഫിന്റെ 400ഓളം വാഴകൾ, കുലച്ചു തുടങ്ങിയ വാഴകൾ നശിപ്പിച്ചിരുന്നു. അതിന് പുറകെയാണ് വാഴ മൊത്തമായി ഒന്നുപോലും അവശേഷിക്കാതെ ഒടിഞ്ഞു തൂങ്ങി നിലം പൊത്തിയിരിക്കുന്നത്. വാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചു കിടക്കുന്നത് കാണാൻ താൻ വട്ടമലയിലേക്ക് വരുന്നില്ലെന്നും അത് കാണാനുള്ള മനക്കരുത്ത് തനിക്കില്ലെന്നും പറഞ്ഞതായാണ് അൻഷിഫിന്റെ അളിയനും വാഴകൃഷിയിൽ പാർട്ട്ണറുമായ തരിശിലെ ജലീൽ കെ ന്യൂസിനോട് പറഞ്ഞത്. ഇത് എന്റേതോ അളിയൻ്റെതാണ്. അളിയനാണ് കാശൊക്കെ മുടക്കിയത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി ഇത്രയും കാലം അധ്വാനിച്ച് ഇങ്ങനെയൊക്കെ ആക്കി ഇപ്പൊ ഇന്നലത്തെ ഒരു കാറ്റില് ഏകദേശം മൊത്തം പൂർണ്ണമായി നശിച്ചു. നമ്മളെ അളിയനിപ്പോ ഇത് വന്നുകൊണ്ട് കാണാനുള്ളൊരു മനസാക്ഷി ഇല്ലാതെ, മനസ്സിന് കട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്നാ പറഞ്ഞത്. എന്നോട് പറഞ്ഞു ചെന്നോക്കിട്ട് എന്താച്ചാ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത്. ഇത് എത്ര വാഴയുണ്ട്? ഇത് ഏകദേശം 6700 വാഴകൾ. എല്ലാ വാഴകളും പൂർണ്ണമായി ഒരു വാഴ പോലും ഇതില് നല്ല നിലക്ക് വെട്ടിയെടുക്കാൻ പാകത്തിനുള്ളതൊന്നും ഫുള്ള് പോയി, ഒക്കെ പോയി. ഫുള്ള് കൊലച്ച വാഴകളാണ്. ഒന്ന് മൂത്ത് വരുന്നുള്ളൂ. അതായത് ഒരു മാസം പാടെ കഴിഞ്ഞാൽ ഇതുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ എന്താ ചെയ്യാ. ഇവിടെ ആനശല്യവും ഉണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ ഒരു 1.5 മാസം മുന്നേ ആന വന്ന് മേലെ ഭാഗത്ത് ഉള്ളൊരു 10-300-400 വാഴകളും അതിന്റെ മുന്നേ ആനൊന്ന് കളഞ്ഞായിരുന്നു. അപ്പൊ വീണ്ടും നഷ്ടപരിഹാരങ്ങൾ നഷ്ടപരിഹാരം ഇത് ഇൻഷൂറിന് കൊടുത്തുക്കണം. പക്ഷെ ഇപ്പോഴത്തെ കർഷകരുടെ അവസ്ഥ എന്താ, ഇൻഷൂറിന് കൊടുത്തു കഴിഞ്ഞാല് ആദ്യം 500 രൂപ എന്നൊരു വാഴ കിട്ടിയത് ഇൻഷൂറിന്. ഇപ്പൊ 300 അതും തന്നെ 2019-2018 ഇൻഷൂർ ചെയ്താൽ ബാക്കി കിടക്കണം. അപ്പൊ ഈ ഇൻഷൂർ നമ്മൾ എത്രത്തോളം പ്രതീക്ഷിക്കാന്നുള്ളത്. പിന്നെ അത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. 2 വർഷം കൊണ്ട് കിട്ടുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും നമുക്ക് ഭാഗ്യം. ഉപയോഗിക്കാൻ പാകത്തിന് മൂപ്പത്താത്ത വാഴക്കുലകൾ നശിച്ചു കിടക്കുന്നത് കണ്ടു നിൽക്കണമെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന ആർക്കും നല്ല മനക്കരുത്തില്ലെങ്കിൽ സാധിക്കില്ല. ഹൃദയഭേദകമായ കാഴ്ചയാണ് പ്രകൃതി സുന്ദരമെന്ന് പാടിപ്പുകഴ്ത്തിയിരുന്ന ഈ വട്ടമലയിൽ ഇന്ന് കാണാനായത്. ആന കരിമ്പിൻ കാട്ടിൽ കയറി ചവച്ചരച്ച് തുപ്പിയതുപോലെ ആക്കിയിരിക്കുകയാണ് വട്ടമല കരിങ്കന്തോണി പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളെല്ലാം. 100 കണക്കിന് ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ഒടിഞ്ഞു വീണിരിക്കുന്നത്. നിറയെ കായ്ച്ചു നിൽക്കുന്ന ജാതി മരങ്ങളും പൊട്ടി വീണിട്ടുണ്ട്. CK ബാപ്പു, ചെമ്പൻകുഴിയൻ മൊയ്തു, CK മാനുപ്പ, അമ്പാട്ടുപറമ്പിൽ യൂസഫ്, ചെമ്പൻകുഴിയൻ നൗഫൽ എന്നിവരുടെ ടാപ്പ് ചെയ്യുന്ന 100 കണക്കിന് റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഞങ്ങളിവിടെ പേര് പറയാത്ത ഒട്ടനവധി കർഷകരുടെ തെങ്ങ്, റബ്ബർ, കവുങ്ങ്, ഇങ്ങനെയുള്ള ജാതിമരങ്ങൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി കൃഷികൾ നശിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു 5 മണി 5:30 ആകുമ്പോഴാണ് കാറ്റടിച്ചത് ഇവിടെ. പിന്നെ ഒരു പ്രാവശ്യം കാറ്റടിച്ച് വീണ്ടും രണ്ടാമത് വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞേക്ക് വീണ്ടും ശക്തമായ കാറ്റടിച്ചു. നിങ്ങൾക്ക് എത്ര കണ്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്? നഷ്ടം ഏകദേശം ഇവിടെ ഒരു 100 റബ്ബറോളം പോയിട്ടുണ്ട്. അവിടെ ഒരു 25 റബ്ബറോളം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വേറെ ആൾക്കാർക്ക് ഇവിടെ ഇത് എന്റെയും എന്റെ അനിയൻ CK റിയാസ്, CK നാസർ, CK ഫാസിൽ, ഞങ്ങൾ നാലാളെ പേരിലുള്ളതാണിത്. ഇത് ഞങ്ങൾ പാട്ടത്തിന് കൊടുത്തായിരുന്നു. ഇതിലിപ്പോൾ 100 മരത്തോളം നഷ്ടപ്പെട്ടു. വേനൽമഴയിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ഈ വേനൽക്ക് ഇങ്ങനെ ഇത്ര ശക്തമായൊരു മഴ പെയ്യും. മഴക്കാലത്താണ് കൂടുതൽ നഷ്ടങ്ങൾ വരില്ല. ഈ വേനൽക്കാലത്ത് ഇങ്ങനെ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇതൊന്നും വരാറില്ല. ഇതിപ്പോൾ എന്തോ ഭയങ്കര പെട്ടെന്ന് എന്തോ അറിയില്ല. ഭയങ്കര ഇന്നലെ 2 മണിക്കൂർ മഴ പെയ്തു. അപ്പോൾ കാറ്റുണ്ടായത് 5 മണിക്ക് നല്ല കാറ്റ് വന്നു. ഈ പ്രദേശത്ത് ആകെ ബാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരുപാട് ആളുകൾ റബ്ബറും ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു 5:30യോടുകൂടി കരിങ്കന്തോണി, വട്ടമല, അതുപോലെ തന്നെ കക്ര എന്നീ പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിലും അതിഭയാനകമായ ചുഴലിക്കാറ്റാണ് കരിങ്കന്തോണി ഭാഗത്ത് അടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് കൃഷിനാശങ്ങളും ഇവിടെ കറണ്ടിൻ്റെ പോസ്റ്റുകൾ ഒടിയലും അതുപോലെ തന്നെ മറ്റ് വീടുമ്പ കൂടി റബ്ബർ, അതുപോലെ കവുങ്ങ് ഇവരെല്ലാം വീണ് ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാര്യമായിട്ട് പറയാൻ അടിയന്തരമായിട്ട് ഈ ഭാഗത്ത് ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാണ്. എത്രയും പെട്ടെന്ന് ഈ ആളുകൾക്ക് വേണ്ട സഹായങ്ങളും മറ്റു ആനുകൂല്യങ്ങളും പെട്ടെന്ന് നേടിത്തരണമെന്ന് പറയാനുള്ളത്. കുന്നത്ത് മാർബിൾസ് വട്ടമലയിൽ ക്രഷർ യൂണിറ്റിനായി നിർമ്മിച്ചിരിക്കുന്നതും സാമൂഹ്യ വിരുദ്ധർക്കും ലഹരി മാഫിയകൾക്കും ഒളിത്താവളം മാത്രമായി പ്രവർത്തനം തുടങ്ങാതെ
കാലങ്ങളായി വെറുതെ കിടന്നിരുന്ന ഷീറ്റ് മേഞ്ഞ വലിയ ഷെട്ടുകൾ കാറ്റിൽ ഇതാ നിലം പൊത്തി വീണിട്ടുണ്ട്. പൊൻപാറ വഴി വീശിയടിച്ചെത്തിയ പാലക്കാടൻ കാറ്റാണിക്കുറി വട്ടമലയിലും കരിങ്കന്തോണിയിലും വീശിയടിച്ചിരിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഓലപ്പാറയിൽ താമസക്കാരനായ കയ്യാണിയിൽ ഫിലിപ്പിന്റെ വീടിന് മുകളിലേക്ക് മാവ് വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജാതി മരങ്ങളും തേനീച്ചപ്പെട്ടികളും എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. വേനൽ മഴ തുടങ്ങിയതോടെ ഇത്ര വലിയ നാശനഷ്ടം വരുത്തിയ കാറ്റ് വീശിയതിനാൽ വരാനിരിക്കുന്ന നാളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭീതി തോന്നുന്നു എന്നാണ് മലയോര കർഷകർ പറഞ്ഞത്. ഇന്നലെ ഒരു 5 മണി കഴിഞ്ഞപ്പം 5:30 ആയതോടുകൂടി പേടിച്ചു പോയോ? പേടിച്ചു പോയി. പെരുങ്കാറ്റെന്ന് പറഞ്ഞാൽ പെരുങ്കാറ്റ് വീടിന്റെ മുകളിലേക്കാണ് മാവ് വീണിട്ട് ഓടുമെല്ലാം തകർന്ന് കമ്പിയെല്ലാം ഒടിഞ്ഞ് താഴെ ജാതി മറ്റ് കൃഷികളൊക്കെ നശിച്ചിട്ടുണ്ട്. ഒരുപാട് ജാതികളും കൃഷികളും ഒക്കെ പോയി. തേനീച്ച കൃഷി ഉണ്ടായിരുന്നു, അതെല്ലാം പെട്ടിയെല്ലാം തകർന്നു പോയി. നമുക്ക് ഏറെക്കുറെ എന്ത് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും? നഷ്ടം എന്ന് പറയാൻ ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത നഷ്ടമുണ്ട്. മേഖലയിൽ വ്യാപകമായി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞ് നിലംപൊത്തുകയും ലൈനുകൾ പൊട്ടിവീഴുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് വൈദ്യുതി വിതരണം നിലച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി സബ് എഞ്ചിനീയർ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരായ ഇസ്മായിൽ കുണ്ടുകാവിൽ, പ്രവീൺ എന്നിവർ പോസ്റ്റുകൾ മാറ്റി ലൈൻ വലിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാറ്റിൽ ഏകദേശം ഒരു 8-10ഓളം LT പോസ്റ്റ് പോയിട്ടുണ്ട്. കക്കറ, പുൽവട്ട, കണ്ണത്ത്, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ശക്തമായ കാറ്റ്. പല ഭാഗത്തും ലൈന് കമ്പി പൊട്ടി കിടക്കുന്നുണ്ട്. പിന്നെ അത് 2-3 ട്രാൻസ്ഫോമർ ഇപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് പൊട്ടിയത് ഇതാ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേന് ഒക്കെ എല്ലാ ഭാഗത്തും സപ്ലൈ കൊടുക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേന് പുനഃസ്ഥാപിക്കാൻ കഴിയുമായിരിക്കും. HT ലൈന് വല്ലതിനൊക്കെ ഇപ്പോൾ ചാർജ് ചെയ്ത് ഏകദേശം വൈകിട്ടാകുമ്പോഴത്തേന് ചാർജ് ചെയ്യും. പിന്നെ ഒറ്റപ്പെട്ട കംപ്ലൈന്റ് ഒന്നും എത്തിപ്പെടാൻ സാധിക്കില്ല. എന്നിട്ട് തന്നെ ഇന്ന് തൊഴിലാളി അവധി ദിവസം ആയതുകൊണ്ട് ലീവിലെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പിന്നെ കൂടുതൽ ആളെ ഇട്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പ് അധികൃതർ അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് നഷ്ടപരിഹാരം ഉടൻ നൽകുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് കേനൂസ് കൃഷി, റവന്യൂ, ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുന്നത്. വട്ടമലയിൽ നിന്ന് കേനൂസിന്റെ ക്യാമറാമാനും എഡിറ്ററുമായ ജാബറിനൊപ്പം ഉമ്മച്ചൻ.